നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മെഷീനാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് ഇലക്ട്രീഷ്യൻ വർക്കുകൾ ചെയ്യുന്ന എല്ലാവർക്കും, ഈവൻ കോൺട്രാക്ടർ ആണെങ്കിലും ഇനി ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ പോലും അവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു മെഷീനാണ് കാണിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മെഷീനാണ്. നമ്മളുടെ സ്വിച്ച് ബോർഡുകൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് കുറെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് വരാറുണ്ട്, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഏതാണ്ടൊക്കെ 50% ആൾക്കാർ ഉപയോഗിക്കുന്നതും പഴയ ബോർഡുകൾ തന്നെയാണ്. അതായത് വുഡൻ കേസിന്റെ മുകളിൽ മൈക്ക ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ലാമിനേറ്റ് ഷീറ്റുകൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത് അതിൽ സ്വിച്ചുകളും സോക്കറ്റുകളും ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി മെഷീനാണ് ഇന്നിവിടെ പറയുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. കാരണം ആ മെഷീന് അത്രയധികം വിലയില്ല എന്നുള്ളതാണ്. രണ്ട് രീതിയിലുള്ള മെഷീൻ ഇവിടെ വീഡിയോ കാണിക്കുന്നുണ്ട്. ഒന്ന് സ്വിച്ച് ബോർഡ് കട്ടിംഗ് മെഷീൻ ആയിട്ട് കാണിക്കുന്നുണ്ട്, അതിന്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അത് കൂടാതെ CNC റൂട്ടർ മെഷീൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ആ റൂട്ടർ മെഷീനകത്ത് പ്രോഗ്രാം ഇട്ട് കൊടുത്താൽ മതി. പ്രോഗ്രാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൈക്കയുടെ ഷീറ്റ് അതിനടിയിൽ വെച്ച് കൊടുത്താൽ കൃത്യമായിട്ട് അത് വരച്ച് കട്ട് ചെയ്ത് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ബോർഡാക്കി കയ്യിൽ തരും. സാധാരണ മെഷീനിൽ, അതായത് കാണിക്കാൻ പോകുന്ന മെഷീനിൽ, കട്ടിംഗ് മെഷീനിൽ നമ്മൾ ഏത് ഭാഗമാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ നമ്മൾ സ്റ്റെൻസിൽ മെഷീന്റെ കൂടെ കിട്ടും. ആ സ്റ്റെൻസിൽ വെച്ച് വരച്ച് കൊടുക്കുക. അതിനുശേഷം ആ വരച്ച ഭാഗം കൃത്യമായിട്ട് മെഷീൻ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തു തരും. അത് കൂടാതെ തന്നെ സ്ക്രൂ എവിടൊക്കെയാണോ വേണ്ടത് അവിടെയൊക്കെ സ്ക്രൂ ഫിക്സ് ചെയ്യുന്ന സ്ഥലത്ത് അതിനുള്ള ഹോളും ആ മെഷീൻ ഇട്ടു തരും. അതാണ് ഈ മെഷീന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ മെഷീൻ കൊണ്ട് ഗുണമുണ്ടാകുന്ന പറഞ്ഞാൽ വളരെ എളുപ്പം കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. അത് കൂടാതെ തന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു ചെറിയ ബിസിനസ് ആയിട്ടും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ കോഡുകൾ നമുക്ക് വരാറുണ്ട്, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അതെല്ലാം പ്ലാസ്റ്റിക് ബേസ്ഡ് എക്സ്റ്റൻഷൻ കോഡുകളാണ്. ആ പ്ലാസ്റ്റിക് ബേസ്ഡ് എക്സ്റ്റൻഷൻ കോഡുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, 6 മാസം പോലും എടുക്കത്തില്ല. അതിനു മുമ്പ് അത് എവിടെയെങ്കിലും കത്തിക്കരിഞ്ഞ് പോകും, അത് ചൂട് പിടിച്ച് എങ്ങനെയെങ്കിലും അത് ഉരുകി ഒലിച്ച് പോകും. എന്നാൽ നമുക്ക് വുഡൻ കേസിൽ എക്സ്റ്റൻഷൻ കോഡുകൾ ഉണ്ടാക്കാം, കാലങ്ങളോളം നിലനിൽക്കുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷൻ കോഡുകൾ. പിന്നെ ഈ മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്ലേഡിന് ഏകദേശം 1.5 വർഷത്തോളം ഗ്യാരണ്ടി ഉണ്ട്. 1.5 വർഷം കഴിഞ്ഞാൽ പോലും, നിരന്തരം പണി ചെയ്താൽ പോലും അതിന്റെ ബ്ലേഡിന്റെ മൂർച്ച കുറയത്തില്ല. ഇനി കുറഞ്ഞാൽ അത് ഷാർപ്പ് ചെയ്തെടുത്താൽ മതി, അത് മാറേണ്ട കാര്യമില്ല എന്നാണ് മാനുഫാക്ചേഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ മെഷീന്റെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞു. വളരെ അടിപൊളിയായിട്ടുള്ള നല്ല പ്രവർത്തനമാണ്. അതിന്റെ വളരെ പെട്ടെന്നാണ് ഇത് ബോർഡ് കട്ട് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ മെഷീൻ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എന്തായിരിക്കും അതിന്റെ വില, കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ നമ്മൾ ഇന്ത്യ മാർട്ടിന്റെ സൈറ്റിലാണുള്ളത്. ഇവിടെയാണ് ഈ ബോർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുന്നത്. സ്വിച്ച് ബോർഡ് കട്ടിംഗ് മെഷീൻ 25,000 രൂപയാണ് ഇതിന്റെ വില. അടുത്ത വേറൊരു മെഷീന്റെ വില 25,000 രൂപ. പിന്നെ മൈൽഡ് സ്റ്റീൽ ഇലക്ട്രിക്കൽ സ്വിച്ച് ബോർഡ് കട്ടിംഗ് മെഷീന്റെ വില 32,500 രൂപ, 29,500 രൂപ.
26,000 രൂപ, 23,000 രൂപ, ഇതൊക്കെയാണ് ബേസിക്കലി ഏതാണ്ട് ഒരു 22,000 രൂപ തൊട്ട് 30,000-ത്തിനുള്ളിലാണ് ഇതിന്റെ വില നിൽക്കുന്നത്. നമുക്ക് ഒന്നോ രണ്ടോ മെഷീൻ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം. ഇവിടെ ആദ്യത്തെ മെഷീൻ നമ്മൾ നോക്കിയാണ് സ്വിച്ച് ബോർഡ് കട്ടിംഗ് മെഷീൻ. 25,000 രൂപയാണ് ഇതിന്റെ വില. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 1 പീസ്. അത് നാച്ചുറലി അങ്ങനെ തന്നെയാണല്ലോ. അതിന്റെ താഴോട്ട് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള വേറെ മെഷീനുകളും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് മെഷീനാണോ ഇഷ്ടപ്പെടുന്നത് അവരുമായിട്ട് സംസാരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഓർഡർ കൊടുക്കുക. രണ്ടാമതൊരു മെഷീനാണ് നമ്മളിവിടെ കാണുന്നത്. വേദാന്ത് എഞ്ചിനീയറിംഗ് ഓട്ടോമാറ്റിക് സ്വിച്ച് ബോർഡ് കട്ടിംഗ് മെഷീൻ. 25,000 രൂപയാണ് ഇതിന്റെയും വില. ഇവിടെ മൈൽഡ് സ്റ്റീല് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 700 സ്വിച്ച് കട്ടിംഗ് സ്ലോട്ട്സ് അവർ. ഒരു മണിക്കൂറിൽ 700 സ്ലോട്ടുകൾ കട്ട് ചെയ്യുമെന്നാണ് അത് പറയുന്നത്. ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഫേസ് ആണ്. ഈ മെഷീനുകൾ ഏതാണ്ടൊക്കെ എല്ലാം തന്നെ സിംഗിൾ ഫേസ് ആണ്. നമുക്ക് നമ്മളുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവിടെയും മറ്റുള്ള മെഷീനുകൾ കാണിച്ചിട്ടുണ്ട്. 32,000, 29,500, 12,500. മൂന്നാമതൊരു മെഷീൻ കൂടെ നമ്മൾ നോക്കുകയാണ്. ഇതിന്റെ വില മൈൽഡ് സ്റ്റീൽ ഇലക്ട്രിക്കൽ സ്വിച്ച് ബോർഡ് കട്ടിംഗ് മെഷീൻ 32,500 രൂപയാണ്. ഇവിടെ വോൾട്ടേജും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഫേസ് ആണ്, ന്യൂ ഓൺലി ഇലക്ട്രിക്, ഇതെല്ലാം കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം വായിച്ചു നോക്കിയിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ വീഡിയോ കണ്ടു, അതുപോലെ തന്നെ മെഷീന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്ത് റേറ്റ് ആണ് മെഷീന് വരുന്നത്, എത്ര ഫേസ് ആണ്, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ടീം പലരെയും ബന്ധപ്പെട്ടു, പലരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇങ്ങനൊരു മെഷീൻ ഓൾറെഡി കേരളത്തിൽ അവൈലബിൾ ആണോ എന്നറിയാൻ വേണ്ടി ഇലക്ട്രിക്കൽ കോൺട്രാക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടു, ഇലക്ട്രീഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ടു, വലിയ മെഷീനറി ഷോപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ ആർക്കും ഒരു കൃത്യമായിട്ടുള്ള മറുപടി തരാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയൊരു മെഷീൻ കേരളത്തിൽ ഓൾറെഡി അവൈലബിൾ ആണോ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു വിവരം എനിക്കോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിനോ അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മെഷീൻ കേരളത്തിൽ വളരെ റെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ആളുകൾ വാങ്ങിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇനി ആരെങ്കിലും ഈ വീഡിയോ കണ്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ മെഷീന്റെ ഗുണഗണങ്ങളെ കുറിച്ച് കമന്റ് ബോക്സിൽ വന്ന് പറയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെഷീന് നല്ല മാർക്കറ്റ് ഉണ്ട്, നല്ല രീതിയിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. കാരണം വളരെ എളുപ്പം നമ്മൾ ബോർഡ് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യന്റെ വർക്ക് പാതി കുറയ്ക്കുക എന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ഇതിനാണ്. ഇപ്പൊ ഓൾറെഡി റെഡിമെയ്ഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എങ്കിൽ പോലും കസ്റ്റം മെയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കട്ട് ചെയ്തേ പറ്റൂ. അത് സൺമൈക്ക ആണെങ്കിലും ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോർഡ് ആണെങ്കിലും PVC ഷീറ്റുകളാണെങ്കിലും എന്താണെങ്കിലും തടിയുടെ ലൈറ്റ് വെയിറ്റ് തടിയുടെ ഷീറ്റുകളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ കട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനെ പറ്റിയ ഒരു മിഷൻ തന്നെയാണ് ഇതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.